ഇന്ന് പറയുന്ന കഥ ഒരു വിമാനം പറത്തലിനെ കുറിച്ചാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ആശങ്കയുടെ മുൾമുനയിൽ ഇങ്ങനെ തൃച്ചി എയർപോർട്ടിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളോട് ഇത് പറയണം എന്നെനിക്ക് ആദ്യമായി തോന്നിയത്. കോയമ്പത്തൂരിന് ശേഷം തൃച്ചിയിലും തിരുനെൽവേലിയിലുമാണ് സൈലം പുതിയ ക്യാമ്പസുകൾ ആരംഭിക്കുന്നത്. തൃച്ചിയിലെ ക്യാമ്പസ് കാണാൻ വേണ്ടി പോയതാണ് ഒരു ദിവസം. ഏതാണ്ട് ഒരു 5-5:30 മണിയായി കാണും. എയർപോർട്ട് അതിൻ്റെ സ്വാഭാവിക സ്വഭാവത്തിൽ നിന്ന് മാറി തുടങ്ങി. റൺവേയിൽ നിന്ന് വിമാനങ്ങൾ ഒഴിപ്പിക്കാൻ തുടങ്ങി. അങ്ങോട്ടേക്ക് ഫയർ എഞ്ചിനുകളും ആംബുലൻസുകളും കുതിച്ചെത്താൻ തുടങ്ങി. നിരന്തരമായി വാണിംഗ് അലാറങ്ങൾ മുഴങ്ങിത്തുടങ്ങി. തൃച്ചി എയർപോർട്ട് ആകെ ഭീതിയുടെ അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ്. അല്പം മുമ്പ് ആ എയർപോർട്ടിൽ നിന്ന് പറന്നു പൊങ്ങി ഷാർജയ്ക്ക് പോകാനൊരുങ്ങിയ വിമാനം തകരാറിലായി തൃച്ചിയുടെ ആകാശത്ത് കിടന്ന് കറങ്ങുകയാണ്. വിമാനത്തിൽ നിന്ന് ഇന്ധനം ഒഴിപ്പിച്ച് വിമാനം താഴേക്കിറക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ചർച്ച എയർപോർട്ടിലാകെ പടരുന്നുണ്ട്. പിന്നീടുള്ള 2-2.5 മണിക്കൂർ നേരമാണ് ഞങ്ങളെ എല്ലാവരെയും പേടിയുടെ മുൾമുനയിൽ നിർത്തി ആ വിമാനം തൃച്ചിയുടെ ആകാശത്ത് കിടന്ന് കറങ്ങിയത്. എട്ട് 20 ഷാർജയിൽ ലാൻഡ് ചെയ്യേണ്ട വിമാനമാണ്. പൊങ്ങിത്തുടങ്ങി അല്പനേരം കഴിഞ്ഞപ്പോഴാണ് ഹൈഡ്രോളിക് തകരാർ ശ്രദ്ധയിൽപ്പെട്ടത്. ഹൈഡ്രോളിക് തകരാർ സംഭവിച്ചാൽ പിന്നെ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയർ പ്രവർത്തിക്കാതാവും. വിമാനം താഴേക്കിറക്കാൻ കഴിയില്ല. ആ നേരം മുതൽ എയർപോർട്ട് അതോറിറ്റിയുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആകാശത്ത് വെച്ച് പൈലറ്റ്. ഒടുവിൽ പൈലറ്റിന് കിട്ടിയ നിർദ്ദേശം അപകടകരമായ സാഹചര്യമാണെങ്കിൽ കൂടെയും നമുക്ക് ബെല്ലി ലാൻഡിംഗ് നടത്താം എന്നായിരുന്നു. എപ്പോഴും വിമാനം താഴേക്ക് പറന്നിറങ്ങി റൺവേയിലൂടെ ഉരുണ്ടുപോകുന്ന കാഴ്ചകളാണ് നാം സിനിമകളിൽ കണ്ടിട്ടുള്ളത്. ലാൻഡിംഗ് ഗിയർ മുന്നോട്ട് നീക്കുമ്പോഴാണ് ആ ടയറുകൾ പതിയെ ഭൂമിയെ തൊട്ട് അതിലൂടെ വിമാനത്തിന് ഉരുളാൻ വേണ്ടി കഴിയുക. ലാൻഡിംഗ് ഗിയർ പ്രവർത്തിക്കാതാവുമ്പോൾ ഗിയർ അപ്പ് ലാൻഡിംഗ് ആണ് നടത്തേണ്ടത്. ലാൻഡിംഗ് ഗിയർ പൂർണ്ണമായി നീട്ടാതെ വിമാനം ലാൻഡ് ചെയ്യണം. അപ്പോൾ വിമാനത്തിൻ്റെ നിങ്ങൾ ഈ കാണുന്ന അടിഭാഗം ഉണ്ടല്ലോ, വയറുണ്ടല്ലോ, അതാണ് ബെല്ലി. അതിടിച്ച് വിമാനം താഴേക്കിറക്കുകയാണ് ചെയ്യുക. ചക്രങ്ങളിൽ ഉരുളാതെ വയറിടിച്ച് വിമാനം താഴേക്കിറക്കുന്ന പ്രക്രിയയാണ് ബെല്ലി ലാൻഡിംഗ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അകത്ത് നിറയെ ജീവനുള്ള മനുഷ്യരാണ്. ആ പൈലറ്റിൻ്റെ മാനസികാവസ്ഥ എത്രമേൽ ഭീകരമായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വയറിടിച്ച് താഴേക്കിറക്കുമ്പോൾ വിമാനം കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കത്തിപ്പോയ അനുഭവങ്ങൾ ചരിത്രത്തിൽ ഒരുപാടുണ്ട്. അങ്ങനെ കൊല്ലപ്പെട്ട മനുഷ്യരുമുണ്ട്. ഈ അനുഭവങ്ങളും ഓർമ്മകളുമെല്ലാം ട്രെയിനിങ് കാലയളവിൽ ഒരുപാട് കേട്ടയാളാവും പൈലറ്റ്. ഇത്തരം ഓർമ്മകളും കൊണ്ടാണ് ആ പൈലറ്റ് ഈ വിമാനം വയറിടിച്ച് താഴേക്കിറക്കേണ്ടത്. തൃച്ചിയിലെ വിമാനത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിലേക്ക് ഞാൻ വരാം. പറയാൻ ശ്രമിച്ചത് അതല്ല. ഗംഭീരമായി പറക്കാൻ പഠിക്കുന്ന ഒരാൾ സുരക്ഷിതമായി അത് ലാൻഡ് ചെയ്യാൻ കൂടെ പഠിക്കേണ്ടതുണ്ട് എന്നാണ് പറയാൻ ശ്രമിച്ചത്. കഴിഞ്ഞ 1 വർഷം മുഴുവനും നിങ്ങൾ പറക്കാൻ പഠിക്കുകയായിരുന്നു. ഗംഭീരമായി നിങ്ങളത് ചെയ്തിട്ടുണ്ട്. സുരക്ഷിതമായി പറക്കാനുള്ള ശേഷി നിങ്ങളുടെ ചിറകുകൾക്കുണ്ട്. അതിഗംഭീരമായി ലാൻഡ് ചെയ്യുക കൂടെ ചെയ്താൽ നിങ്ങളുടെ വിജയം സമ്പൂർണ്ണമായി തീരും. അപകടകരമല്ലാത്ത സിറ്റുവേഷനുകളിലൂടെ കടന്നുപോയല്ല ചിലപ്പോൾ നിങ്ങളത് ചെയ്യേണ്ടി വരിക. നിങ്ങളുടെ മുമ്പിൽ ഒരുപാടേറെ തടസ്സങ്ങളുണ്ടാവും. നിങ്ങൾ അപകടത്തിലാണ് എന്ന അലാറം നിങ്ങളുടെ ചെവിക്കു ചുറ്റും മുഴങ്ങുന്നുണ്ടാവും. നിങ്ങളുടെ ജീവൻ മരണ പോരാട്ടം ഒരുപക്ഷെ നിങ്ങൾ കാഴ്ചവെക്കേണ്ടി വരും. നിലത്തിടിച്ചിറക്കേണ്ടതുണ്ട് എന്ന തോന്നൽ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായെന്ന് വരും. അങ്ങനെ നിരവധിയായ തടസ്സങ്ങളെ, അപകടങ്ങളെ അഭിമുഖീകരിച്ചായാലും ഞാൻ ഇത് വളരെ സിമ്പിളായി, എഫക്റ്റീവായി, പെർഫെക്റ്റായി, സുരക്ഷിതമായി ലാൻഡ് ചെയ്യും എന്ന് ലോകത്തോട് പറയാനുള്ള പ്രാക്ടീസിലൂടെയാണ് നിങ്ങൾ ഇതുവരെയും കടന്നുപോയത് എന്ന ബോധ്യം നിങ്ങളെ കരുത്തനായ ഒരു പൈലറ്റാക്കി മാറ്റേണ്ടതുണ്ട്. തൃച്ചിയിലെ വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം അഭിമാനത്തോടെ, സന്തോഷത്തോടെ എയർപോർട്ടിലേക്ക് നടന്നു കയറി വന്ന ആ പൈലറ്റിൻ്റെ വിഷ്വൽ ഇപ്പോഴും എൻ്റെ കണ്ണുകളിലുണ്ട്. അപ്പോൾ ഞാൻ കാണാൻ ശ്രമിച്ചത് അയാളെയല്ല, നിങ്ങളെയാണ്. എക്സാമിനേഷൻ ഹാളിൽ നിന്ന് അങ്ങനെ വേണം നിങ്ങൾ പുറത്തേക്കിറങ്ങി വരാൻ. ഈ വിമാനം സുരക്ഷിതമായി ഞാൻ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ലോകത്തോട് മുഴുവനും പ്രഖ്യാപിക്കുന്ന മുഖമായിരിക്കണം
നിങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം. ആൾ ദി ബെസ്റ്റ്.